ജീവനും ചൈതന്യവുമുള്ള ദൈവവചനമാകുന്ന ബൈബിൾ പഠിക്കുക വഴി നമുക്കും ജീവനും ചൈതന്യവും ഉണ്ടാകും. കഴിഞ്ഞ ചില ആഴ്ചകളായി ഉൽപ്പത്തി പുസ്തക പഠനത്തിലൂടെ നാം മുൻപോട്ട് പോവുകയായിരുന്നല്ലോ. അത് പഠിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞു കാണും ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമാകുന്നു നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തക പഠനം എല്ലാ വിധത്തിലും ഒരു നീണ്ട യാത്ര തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങൾ തന്നെ പിന്നിട്ട ഒരു പഠനം. നമുക്ക് കൃത്യമായി കാലം പറയുവാൻ കഴിയാത്ത പ്രപഞ്ചത്തിൻ്റെ ആദി മുതൽ ഇപ്പോൾ ഒരു ജാതിയുടെ, ഒരു രാഷ്ട്രത്തിൻ്റെ ആരംഭം വരെയുള്ള വിഷയങ്ങളിൽ നാം എത്തി നിൽക്കുകയാണ്. ഈ പഠനം നിങ്ങൾക്ക് എപ്രകാരം പ്രയോജനപ്പെട്ടു എന്നറിവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഏത് മാധ്യമത്തിലൂടെയാകുന്നു ഈ പഠനം നിങ്ങൾ ശ്രദ്ധിച്ചത് എന്ന് എന്നെ ഒന്ന് അറിയിക്കുമോ? എങ്ങനെ ശ്രദ്ധിച്ചാലും സാരമില്ല. ഈ പഠനം ശ്രദ്ധിച്ചതുകൊണ്ട് താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ, പുതുതായി മനസ്സിലാക്കുവാൻ സാധിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നോടും കൂടി പങ്കുവയ്ക്കുവാൻ മറക്കരുത്. എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ, ഞാൻ ഉൽപ്പത്തി പുസ്തകം ഇതിനു മുൻപ് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ അനേകം കാര്യങ്ങൾ പുതുതായി ഗ്രഹിക്കുവാൻ ഈ പ്രാവശ്യം എനിക്ക് സാധിച്ചു. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. എൻ്റെ ജീവിതത്തെ സ്വയപരിശോധന ചെയ്യുവാനും ക്രമീകരിക്കുവാനും ഉതകുന്ന അനേകം പുതിയ പാഠങ്ങൾ ഈ പ്രാവശ്യത്തെ പഠനത്തിലൂടെ എനിക്ക് ലഭിച്ചു. ഇതത്രേ ദൈവവചനത്തിൻ്റെ അതുല്യത. ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനം പഠിക്കുക വഴി നമുക്കും ജീവനും ചൈതന്യവും ഉണ്ടാകുന്നു. ഹാബേലിൻ്റെ യാഗം, നോഹയുടെ കാത്തിരിപ്പ്, ആനോക്ക് ദൈവത്തോടു കൂടെ നടന്നത്, അബ്രഹാമിൻ്റെ വിശ്വാസം, ഇസഹാക്കിൻ്റെ ക്ഷമാശീലം, യാക്കോബിൻ്റെ പരാജയങ്ങളും വിജയങ്ങളും, യോസഫിൻ്റെ സഹിഷ്ണുത, അങ്ങനെ ഓരോന്നും എന്നെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും വ്യത്യസ്തമല്ലായിരുന്നു എന്നെനിക്കറിയാം. അവ പങ്കുവെക്കുവാൻ മറക്കരുതേ. ഈ പഠനം മുഖാന്തരം നിങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഈ പഠനത്തിൽ പങ്കുചേരുക വഴി പഠിക്കുവാനുള്ള നിങ്ങളുടെ വിശപ്പ് വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പഠിക്കുവാൻ നിങ്ങൾ സ്വയം സമയമെടുക്കണം. ബൈബിൾ സ്വയമായി പഠിക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള മാർഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, മറന്നു പോകരുത്. അവ ഉപയോഗിച്ച് സ്വയമായി സമയമെടുത്ത് ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും മനഃപ്പാഠം പഠിക്കുകയും ഒക്കെ ചെയ്താൽ പ്രയോജനമുണ്ടാകും. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് സ്വാഗതം. ദൈവം നിങ്ങളെ ഈ പഠനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. ഇന്നിനിയും ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് പഠിക്കാം. ഈ 50-ാം അധ്യായത്തിൽ നാം കാണുന്നത് യാക്കോബിൻ്റെ ശവസംസ്കാരം കനാനിൽ നടക്കുന്നതും, യോസഫിൻ്റെ മരണവും അടക്കവും മിസ്രൈമിൽ നടക്കുന്നതും ശവസംസ്കാരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ദുഃഖത്തിൻ്റെ ഒരു കരിനിഴൽ ഈ 50-ാം അധ്യായത്തിൽ വീണിരിക്കുന്നതായി നാം കാണുന്നു. ആരംഭങ്ങളുടെ ഈ പുസ്തകത്തിൽ മരണത്തിന് കൊടുത്തിരിക്കുന്ന ഊന്നൽ നാം നേരത്തെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞല്ലോ. ദൈവം ആദാമിനോട് പറഞ്ഞു, വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. പിന്നീട് വിശുദ്ധ പൗലോസ് എഴുതി, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നെന്ന്. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. പാപം എന്ന യാഥാർത്ഥ്യത്തിൻ്റെയും മരണം എന്ന സത്യത്തിൻ്റെയും ഉദാഹരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം. ഏദൻ തോട്ടത്തിൽ ദൈവത്തെയും മനുഷ്യനെയും കൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുന്നു. എന്നാൽ അവസാനിപ്പിക്കുന്നതോ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ. മനുഷ്യകുലത്തിൽ പാപം പ്രവേശിക്കുന്നതിനെ ഈ പുസ്തകം കാണിക്കുന്നു. എന്നാൽ മനുഷ്യന് ജീവിക്കുവാനുള്ള മാർഗം തുറന്നുകൊടുക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയുമായി ഈ പുസ്തകം ബന്ധപ്പെടുന്നു. ഇനിയും 50-ാം അധ്യായം നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ട്. അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. സ്വാഭാവികമായി യോസഫിന് വലിയ ദുഃഖം ഉണ്ടായിക്കാണും. തൻ്റെ പിതാവിനോട് യോസഫിന് അത്രയ്ക്ക് സ്നേഹമായിരുന്നല്ലോ. കാരണം പിതാവിൻ്റെ സ്നേഹം ഒരുപാട്
ലഭിച്ചതായ ഒരു മകനായിരുന്നല്ലോ യോസഫ്. യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്തു വീണ് കരയുന്നു. തുടർന്ന് തൻ്റെ അപ്പൻ്റെ മൃതശരീരത്തിൽ സുഗന്ധവർഗം ഇടുവാൻ യോസഫ് കൽപ്പിക്കുന്നു. സുഗന്ധവർഗം ഇടുക എന്ന് പറഞ്ഞാൽ വാസനയ്ക്കിന്ന് പെർഫ്യൂം അടിക്കുന്നത് പോലെ അല്ല കേട്ടോ. ഇത് വൈദ്യന്മാരാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ എംബാമിങ് എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, അത് തന്നെ. വിദേശത്തു നിന്നൊക്കെ ശവശരീരം കൊണ്ടുവരേണ്ടി വരുമ്പോൾ അവർ അതിനെ എംബാം ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് വിഷയം. ഈജിപ്തിലെ മമ്മികളെക്കുറിച്ചൊക്കെ കേട്ടിരിക്കും നിങ്ങൾ. ഈ വക കാര്യങ്ങൾക്കൊക്കെ മിസ്രൈമ്യർ അതിസമർത്ഥന്മാരായിരുന്നു. ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ അവർക്കേതോ ഒരു മാർഗമുണ്ടായിരുന്നു. അത് ഈ ആധുനിക യുഗത്തിൽ പോലും പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വിചിത്രമാണ്. അങ്ങനെ യാക്കോബിന്റെ ശരീരം എംബാം ചെയ്യുവാൻ യോസഫ് മിസ്രൈമിലെ ഡോക്ടേഴ്സിനോട് കൽപ്പിക്കുന്നു. മിസ്രൈമിലെ ഭരണാധികാരികളുടെ ശവശരീരങ്ങളെ മമ്മികളാക്കി സൂക്ഷിച്ചിരുന്നതുപോലെ യാക്കോബിന്റെ മൃതശരീരത്തെയും മമ്മിയാക്കി യാക്കോബ് പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോനിൽ കൊണ്ടടക്കി. തന്നെ മിസ്രൈമിൽ എങ്ങും സംസ്കരിക്കരുത്, പിന്നെയോ ഹെബ്രോനിൽ മക്പേല ഗുഹയിൽ തന്റെ പൂർവികന്മാരോടൊപ്പം തന്നെയും സംസ്കരിക്കണമെന്ന് യാക്കോബ് യോസഫിനെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നല്ലോ. യാക്കോബ് അങ്ങനെ ചിന്തിച്ചതിന് കാരണം അവന്റെ പ്രത്യാശ ഭൗമികമായ ഒന്നായിരുന്നതിനാലാണ്. താൻ മരിച്ചവരിൽ നിന്നും ഉയർക്കുമ്പോൾ താൻ ഇസ്രായേലിൽ ആ വാഗ്ദത്ത നാട്ടിലായിരിക്കണം എന്ന പ്രത്യാശ. ഇന്നൊരു ക്രിസ്തു വിശ്വാസിയുടെ പ്രതീക്ഷ ക്രിസ്തു മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടൊപ്പം പുതിയ യെരുശലേമിലേക്ക് പോകണം എന്നത്രേ. രണ്ട് പ്രത്യാശകൾ, രണ്ടും മഹത്വകരമാകുന്നതാനും. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രൈമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. സുഗന്ധവർഗം ഇടുവാൻ അവർ 40 ദിവസം എടുത്തു എന്ന്. ഈ എംബാമിംഗ് പ്രക്രിയയിൽ അനേകം കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നത് വ്യക്തമാണ്. മിസ്രൈമ്യർ യാക്കോബിനെ ഓർത്ത് വിലപിക്കുന്നത് നാം കാണുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കരയുന്നത് തൊഴിലാക്കിയിട്ടുള്ളവരെ വിളിപ്പിച്ച് കരയിപ്പിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നത് യാക്കോബ് മിസ്രൈമിൽ ഒരു യഥാർത്ഥ വിശുദ്ധനായി ജീവിച്ചു എന്നാണ്. അവൻ ഒരു ദൈവപുരുഷൻ ആയിരുന്നു, മാതൃകയുള്ള ഒരു വയോവൃദ്ധൻ. മാത്രവുമല്ല, ജനങ്ങൾ അവനെ യോസഫിന്റെ പിതാവായി ബഹുമാനിക്കുകയും ചെയ്തു. ആ ദേശക്കാരെ എല്ലാം രക്ഷിച്ചത് യോസഫാണല്ലോ. അവരുടെ രക്ഷകനായിട്ടാണ് അവൻ അറിയപ്പെട്ടത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് യോസഫിന്റെ പിതാവായ യാക്കോബ് ഈ സമയമായപ്പോഴേക്കും ഒരു യഥാർത്ഥ വിശുദ്ധനായി കഴിഞ്ഞിരുന്നു എന്നത്രേ. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എന്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എന്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസഫ് അപ്പനെ അടക്കാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവിൽ അധികാരികളും മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ചുപോയി. എത്ര മഹത്വകരമായ ഒരു അന്ത്യമില്ലേ? ഞാൻ കരുതുന്നത് ഈ മനുഷ്യനെ, അതായത് യോസഫിനെ, മിസ്രൈമിൽ ജനം വളരെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നത്രേ. ഒരുപക്ഷെ ഇത്രയും നീണ്ട ഒരു വിലാപയാത്ര ലോകചരിത്രത്തിൽ ഉണ്ടായിക്കാണില്ല. ഇതിനോട് ഏകദേശം സാമ്യപ്പെടുത്താവുന്നതായി ഞാൻ കാണുന്നത്, ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശവശരീരവും വഹിച്ചുകൊണ്ട് ആഫ്രിക്കക്കാർ 9 മാസം സഞ്ചരിച്ച്, അതായത് 1500 കിലോമീറ്റർ സഞ്ചരിച്ച് തുറമുഖത്തെത്തിച്ചതാണ്. മിസ്രൈമിൽ നിന്നും യാക്കോബിന്റെ മൃതദേഹം കനാനിലെ ഹെബ്രോനിൽ എത്തി. ഒരു നീണ്ട യാത്ര മിസ്രൈമിലെ ഭരണാധികാരികൾ അവന് നൽകി. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു എന്നതാണ് ചിന്തിപ്പിക്കുന്ന കാര്യം. യാക്കോബിന്റെ ഒരു അന്ത്യം നോക്കണേ. അവരെന്തിനാണ് ഈ കുഞ്ഞുകുട്ടികളെയും കന്നുകാലികളെയും എല്ലാം മിസ്രൈമിൽ വിട്ടിട്ടു പോയതെന്ന് നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം. ഞാൻ ചിന്തിക്കുന്നത് ഫറവോൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടായിരിക്കും അവർ തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മിസ്രൈമിൽ വിട്ടേച്ചു പോയതെന്ന് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ജനം മടങ്ങി മിസ്രൈമിൽ തന്നെ വരുമെന്ന് ഫറവോന് തീർച്ചയുണ്ടല്ലോ.
യോസഫിനെ നഷ്ടപ്പെടുവാൻ ഫറവോന് ഏതായാലും മനസ്സുണ്ടായിരുന്നില്ല. യോസഫിനെ മിസ്രൈമിൽ ഇനിയും ആവശ്യമുണ്ടായിരുന്നു. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാൻ അക്കരെയുള്ള ഗോരൻ ആദാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തന്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രൈമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്ന് പേരായി. അത് യോർദാൻ അക്കരെയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. എന്തുകൊണ്ട് യാക്കോബിനെ ബേത്ലഹേമിൽ റാഹേലിന്റെ കല്ലറയിൽ സംസ്കരിച്ചില്ല എന്ന് ന്യായമായ ഒരു സംശയം താങ്കൾക്കുണ്ടായാൽ ഞാൻ ഒട്ടും അത്ഭുതപ്പെടില്ല. അത് ഈ പറഞ്ഞ മക്പേലയിൽ നിന്നും കഷ്ടിച്ച് 20 മൈൽ വടക്കു മാത്രമാണ്. അവിടെ സംസ്കരിക്കാഞ്ഞതിന്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അബ്രഹാം ഈ പറഞ്ഞ ഗുഹ വാങ്ങിയതാണ് അതിന്റെ പ്രധാന കാരണം. തന്റെ പിതാക്കന്മാരോടൊപ്പം അവർ വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് സംസ്കരിക്കപ്പെടണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത ദേശത്ത് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു യാക്കോബ് ചെയ്തത്. അങ്ങനെ തന്റെ പിതാക്കന്മാരോടൊപ്പം യാക്കോബ് അടക്കപ്പെട്ടു. അവർക്കെല്ലാം ഉയർപ്പിന്റെ ഒരു പ്രത്യാശയായിരുന്നു ഉണ്ടായിരുന്നത്. 14 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇനിയും കാണുന്നത്, യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. ഇവിടെ കാണുന്ന രംഗം വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്, യാക്കോബ് മരിക്കുന്നതിനു മുൻപ് ഈ സഹോദരന്മാർ പിതാവിന്റെ അടുത്ത് ചെന്ന് അവന്റെ മരണശേഷം എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തങ്ങൾ ഭയപ്പെടുന്നതായി അപ്പനോട് പറഞ്ഞു കാണുമെന്നാണ്. ഒരിക്കൽ പിതാവില്ലാതെ വരുമ്പോൾ യോസഫ് തങ്ങൾക്കെതിരെ തിരിയുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് യാക്കോബ് യോസഫിനോട് പറയുവാൻ അവരോട് പറഞ്ഞൊരു ദൂത് അവർ ഇപ്പോൾ യോസഫിനെ അറിയിക്കുകയാണ്. യോസഫ് അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് യാക്കോബിന് തീർച്ചയുണ്ടായിരുന്നു. യാക്കോബിന് യോസഫിനെ അറിയാമായിരുന്നു. അവർക്കെതിരായി യോസഫ് ഒന്നും ചെയ്യില്ല. ഈ പശ്ചാത്താപവുമായി സഹോദരന്മാർ യോസഫിന്റെ അടുക്കൽ വന്നപ്പോൾ അതുമൂലം യോസഫ് കരഞ്ഞുപോയി. എത്ര നല്ല മനുഷ്യനല്ലേ! ഇപ്പോൾ തങ്ങളുടെ തെറ്റോർത്ത് ആ സഹോദരന്മാർ അനുതപിക്കുകയാണ്. 18 വാക്യത്തിൽ നോക്കിക്കേ. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഇതാ, ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. അവർ അവന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നു എന്നുള്ള പ്രവചനം വീണ്ടും വീണ്ടും യാഥാർത്ഥ്യമാകുന്നത് ശ്രദ്ധിച്ചാലും, ഇപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മാത്രമല്ല, കറ്റകൾ മുഴുവനും മാത്രമല്ല, എത്ര പ്രാവശ്യമായി ഈ വീണ് നമസ്കരിക്കുന്നു. 19 വാക്യത്തിൽ നാം കാണുന്നു, യോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? എന്തൊരു ചോദ്യം! എല്ലാ കാര്യങ്ങൾക്കും യോസഫ് ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവൻ ചോദിക്കുന്നതിൻ്റെ താല്പര്യം, ശിക്ഷിക്കേണ്ടവനും പ്രതികാരം ചെയ്യേണ്ടവനുമൊക്കെ ദൈവമാകുന്നു, ഞാനല്ല. എത്ര വലിയ കാഴ്ചപ്പാട്! പലപ്പോഴും നാം ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് പ്രതികാരം നടത്താറില്ലേ? ദൈവം പ്രവർത്തിക്കേണ്ടിടത്ത് കയറി നാം പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ദോഷം മാത്രമേ ചെയ്യൂ. അടുത്ത വാക്യം തിരുവചനത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു വാക്യമാണ്. 20 വാക്യം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. സുഹൃത്തെ, നിങ്ങൾക്കും എനിക്കും കാണുവാൻ കഴിയാത്ത ഒരു വലിയ ഉദ്ദേശം
ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളെക്കുറിച്ചുമുണ്ട്. ഇക്കാര്യത്തിൽ ഞാൻ എത്ര മാനുഷികമായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് ഏറ്റുപറഞ്ഞേ മതിയാകൂ. കാരണം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എൻ്റെ മൂക്കിനപ്പുറം കാണുവാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ദൈവം എന്തിനിതനുവദിക്കുന്നു എന്നാണ്. അതെ, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു നല്ല ഉദ്ദേശമുണ്ടെന്ന് ഞാൻ ഓർക്കണം, നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ഉദ്ദേശം നിവർത്തിക്കപ്പെടേണ്ടതിനായിട്ടല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും രോഗങ്ങളും ഇതുപോലുള്ളതൊന്നും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല. സുഹൃത്തെ, ഈ വലിയ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ? അതില്ലാത്തതിനാലല്ലേ ചെറിയ കാര്യങ്ങളിൽ പോലും നിരാശപ്പെട്ട് പിറുപിറുത്ത് മുഷിഞ്ഞു പോകുന്നത്? അങ്ങനൊരു കാഴ്ചപ്പാട് നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? തുടർന്ന് യോസഫ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. യോസഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിന്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസഫിന്റെ മടിയിൽ വളർന്നു. പ്രതികാരത്തിന് പകരം ഉപകാരം, അതായിരുന്നു യോസഫിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ യോസഫ് അനുഭവിച്ച അനുഗ്രഹങ്ങൾ എത്രയായിരുന്നു. ഇന്ന് നമ്മിൽ അനേകരും നമ്മെ ഉപദ്രവിച്ചവരോടുള്ള പ്രതികാര വാഞ്ചയാൽ കത്തിയെരിയുകയാണ്. ചെറുപ്പത്തിൽ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പേരിൽ ഇന്നും അവരോട് സഹകരിക്കാത്ത, മിണ്ടാത്ത മനോഭാവം. തിരിച്ചൊന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആകുന്നെങ്കിൽ നമ്മെ ഉപദ്രവിച്ചവർക്ക് എന്തെങ്കിലും ദോഷം ഭവിക്കണം എന്നത്രേ ഉള്ളിൽ ചിന്ത. അതുകൊണ്ട് എന്താണ്? ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ താങ്കൾക്ക് കഴിയാതെ പോകുന്നു. താങ്കൾ കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത് മറ്റുള്ളവരെ, അതെ, തങ്ങളെ ചെറുതാക്കി കാണിച്ച, പണ്ട് തങ്ങളെ ഉപദ്രവിച്ചവരുടെ മുൻപിൽ ആളാകാനായിട്ടാണ്. ഇന്ന് ആത്മീയമായി മുരടിച്ച അവസ്ഥയിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം ഈ മനോഭാവമാണ്. മറ്റുള്ളവർ നിങ്ങളോട് ദ്രോഹം ചെയ്തെങ്കിലും ദൈവം അത് നന്മയ്ക്കാക്കി തീർത്തില്ലേ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ പറയുവാനുണ്ട്. പിന്നെന്തിനാണ് നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ കയ്പായിരിക്കുന്നത്? ദൈവം അനുവദിച്ചതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കയ്പായിരിക്കണമെങ്കിൽ അത് ദൈവത്തോടാണ് കയ്പായിരിക്കേണ്ടത്. എന്നാൽ ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർത്തു. ഇന്ന് അതെല്ലാം സമൃദ്ധിയിലേക്ക് നയിച്ചു. ഈ കയ്പ് കൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, താങ്കൾക്ക് വലിയ ദോഷമുണ്ടാകുകയും ചെയ്യും. എല്ലാവരോടും സമാധാനമായും സന്തോഷമായും ഇരിക്കാമെങ്കിൽ ജീവിതം തന്നെ എത്ര രസമായിരിക്കും എന്നറിയാമോ? ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ദൈവം നിങ്ങളെ തീർച്ചയായും ആ കാര്യത്തിൽ സഹായിക്കും. ഒടുവിലത്തെ 2-3 വാക്യങ്ങൾ. അനന്തരം യോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ? ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം ആരംഭിച്ചത്. എന്നാൽ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞ് അത് അവസാനിക്കുന്നു. മനുഷ്യകുലത്തിന് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ സൃഷ്ടിക്കുള്ളിൽ പാപം പ്രവേശിച്ചു. എന്തുകൊണ്ടാണ് യോസഫിനെ കനാനിൽ കൊണ്ടുപോയി അവിടെ സംസ്കരിക്കാഞ്ഞത്? യോസഫ് മിസ്രൈമിലെ ഒരു വീരനായകനായിരുന്നു എന്നത് വ്യക്തമാണ്. അങ്ങനെ വന്നപ്പോൾ അവന്റെ ശരീരം മിസ്രൈമിൽ നിന്നും കൊണ്ടുപോകുവാൻ അവന്റെ കുടുംബത്തെ മിസ്രൈമ്യർ അനുവദിച്ചു കാണില്ല. മിസ്രൈമ്യർ ബഹുമാനിച്ചിരുന്ന ശ്രേഷ്ഠനായ ഒരു രാജ്യസ്നേഹിയായിരുന്നു യോസഫ് എന്നത്ര ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അവന്റെ ശവകുടീരത്തിൽ അവർ ഒരു വലിയ ജ്ഞാപകം ഉണ്ടാക്കി കാണും, മെമ്മോറിയൽ.
എന്നാൽ യോസഫ് തന്റെ ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ കനാനിലേക്കൊരിക്കൽ പോകും, അന്ന് നിങ്ങൾ പോകുമ്പോൾ ഇട്ടേക്കരുതെന്നാണ്. യാക്കോബിൽ കണ്ട അതേ പ്രത്യാശ നാം യോസഫിലും കാണുന്നു. അതായത് കനാൻ ദേശം ദൈവം അവർക്ക് ശാശ്വതാവകാശമായി നൽകുമെന്ന ഉറപ്പ്. തങ്ങളുടെ ദേശത്ത് തന്നെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണമെന്നത്രേ ഈ പിതാക്കന്മാർ ആഗ്രഹിച്ചത്. വാഗ്ദത്ത നാട് അവകാശമാക്കുവാൻ തന്റെ ജനങ്ങളെ ദൈവം അവിടെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് യോസഫ് വിശ്വസിച്ചിരുന്നു. യോസഫിന്റെ വിശ്വാസത്തിന്റെ മകുടോദാഹരണമായി ഈ പ്രവർത്തനത്തെ എബ്രായ ലേഖനം സൂചിപ്പിക്കുന്നു. എബ്രായ ലേഖനം 11:22 നാം വായിക്കുന്നു, വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. ദൈവം യോസഫിനെ എങ്ങനെയാണ് മാനിച്ചതെന്ന്, അവന്റെ അപേക്ഷയുടെ മറുപടി നൽകിയതെന്ന് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. മോശയും ഇസ്രായേൽ മക്കളും മിസ്രയീം വിട്ടപ്പോൾ അവർ യോസഫിന്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോയി. എത്ര ഉന്നതമായൊരു ജീവിതമല്ലേ? അതെ, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. അവരുടെ ജീവിതമാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്, ദേശത്തിന് അനുഗ്രഹമാകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഉൽപ്പത്തി പുസ്തക പഠനം തീർച്ചയായും താങ്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കൊണ്ടുവന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് പ്രാവർത്തികമാക്കുവാൻ, ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ അത് പ്രാവർത്തികമാക്കുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കാട്ടെ. ദൈവത്തെ മാനിക്കുന്നവരുടെ ജീവിതം തലമുറകൾക്കും ദേശത്തിനും അനുഗ്രഹമാകുമെന്ന് യോസഫിന്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചു. യോസഫിന്റെ ജീവിതത്തിലെ വളരെ കാതലായ പല സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. തന്നെ ദ്വേഷിച്ച സഹോദരങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് ക്ഷമ യോജിച്ചപ്പോൾ അവൻ അവരോട് പറയുന്നത്, ദൈവം ആകുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്തത്. കഷ്ടമാണെങ്കിലും നഷ്ടമാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാറ്റിൻ്റെയും പിൻപിൽ ദൈവമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലും തിരിഞ്ഞു നോക്കി അങ്ങനെ പറയുവാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിൽ നിന്നും അതിമഹത്തായ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ സഹായിച്ചല്ലോ. ഉൽപ്പത്തി പുസ്തക പഠനത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന അനുഗ്രഹീതമായ അനുഭവങ്ങൾക്കായി, പാഠങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങൾ ഉൽപ്പത്തി പുസ്തക പഠനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തിയല്ലോ. കർത്താവെ, തുടർന്നുള്ള ഞങ്ങളുടെ പഠനങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും നിന്റെ വചനം കൂടുതലായി പഠിക്കുവാനുള്ള ഉത്സാഹം നൽകുകയും ചെയ്യണമേ. തിരുനാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു പുസ്തക പഠനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് കൂടാം.